2001 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിലെ കോൺഗ്രസിനുള്ളിൽ സീറ്റ് വിഭജന ചർച്ച അങ്ങനെ കൊടുമ്പിരി കൊണ്ട് നടക്കുക. ഐ ഗ്രൂപ്പ് ഒരു ഭാഗത്ത്, എ ഗ്രൂപ്പ് ഒരു ഭാഗത്ത്. തിരുവനന്തപുരത്ത് ചർച്ച നടക്കുന്നു, അവിടെ തീരാത്തപ്പോൾ ഡൽഹിക്ക് പോകുന്നു, അവിടെയും ഒരു തീരുമാനത്തിലെത്താതിരിക്കുമ്പോഴേക്കും വീണ്ടും തിരുവനന്തപുരം, ഡൽഹി, അങ്ങനെ നേതാക്കൾ ഇങ്ങനെ ഷട്ടിലടിച്ചുകൊണ്ടിരിക്കുക. തീരുമാനമാകുന്നില്ല. കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ തിരുവനന്തപുരത്തെ പത്രലേഖനം ഇതിൻ്റെ പിന്നാലെയാണ്. എങ്ങനെയാണ് സീറ്റുകൾ വിഭജിക്കുക, അതിൻ്റെ ഒരു അവസാന ചിത്രം ലഭിക്കുന്നതിന് വേണ്ടി. ഏറ്റവും ഒടുവിൽ ഹൈക്കമാൻഡ് നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ എ ഗ്രൂപ്പിന് 40 സീറ്റും ഐ ഗ്രൂപ്പിന് 34 സീറ്റും എന്നൊരു ഫോർമുല, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായി. അന്ന് എ ഗ്രൂപ്പിനെ നയിക്കുന്നത് ആൻ്റണി തന്നെയാണ്. ആൻ്റണി പ്രതിപക്ഷ നേതാവാണ്, ക്ലിഫ് ഹൗസിൽ താമസം. മറുഭാഗത്ത് സി കരുണാകരനാണ്. അദ്ദേഹം നമ്മുടെ ജഗതി പാലത്തിന് സമീപം ഒരു വീട്ടിൽ, ഒരു വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു തീരുമാനം വന്നു. നമ്മളൊക്കെ വിചാരിച്ചത് ഇതുകൊണ്ട് ഈ സീറ്റ് വിഭജന ചർച്ച, കോലാഹലം ഒന്ന് അവസാനിക്കും, തീരും എന്ന് കരുതി. പക്ഷേ കരുണാകരൻ വഴങ്ങുന്നില്ല. അദ്ദേഹം കൂടുതൽ സീറ്റുകൾക്ക് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുക. ഏതാണ്ട് തുല്യമായിട്ട് 2 ഗ്രൂപ്പുകളാണ്. ഈ 34-40 എന്നുള്ള ഒരു റേഷ്യോ, അല്ലെങ്കിൽ അനുപാതം അദ്ദേഹത്തിന് ഒട്ടും ദഹിക്കുന്നതായിരുന്നില്ല. അദ്ദേഹം കുറഞ്ഞത് 3 സീറ്റുകൾ കൂടി വേണമെന്ന് ഏറ്റവും അവസാനത്തെ നിലപാട്. ഒന്ന് പേരാവൂർ, മറ്റൊന്ന് ആറന്മുള, മറ്റൊന്ന് വടക്കേക്കര. പേരാവൂരിൽ KP നൂറുദ്ദീനെ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചു. അതുപോലെ വടക്കേക്കരയിൽ KP ധനപാലൻ, ആറന്മുളയിൽ ശിവദാസൻ നായർ. ഈ 3 സീറ്റുകളിൽ ഈ 3 സ്ഥാനാർത്ഥികളെയും തീരുമാനിച്ചു, അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ കരുണാകരൻ അതുകൊണ്ടൊന്നും തൃപ്തനാവുന്നില്ല. വീണ്ടും അതിൻ്റെ പേരിൽ തർക്കമായി. അവസാനം ഈ 3 സീറ്റുകൾ ഐ ഗ്രൂപ്പിന് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അതേസമയം നേരത്തെ ഐ ഗ്രൂപ്പിന് കൊടുത്തിരുന്ന റാന്നി സീറ്റ് തിരിച്ച് എ ഗ്രൂപ്പിനും നൽകാം. അതായിരുന്നു അവസാനത്തെ ഒരു ധാരണ. അപ്പോൾ പേരാവൂരിൽ KP നൂറുദ്ദീൻ മാറിയിട്ട് AD മുസ്തഫ വരുന്നു. വടക്കേക്കരയിൽ KP ധനപാലിനെ ഒഴിവാക്കിയിട്ട് MA ചന്ദ്രശേഖരൻ സ്ഥാനാർത്ഥിയാവുന്നു. ആറന്മുളയിൽ ശിവദാസൻ നായർ, അദ്ദേഹത്തെയാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ മാലയത്ത് സരള ദേവി സ്ഥാനാർത്ഥിയായി. അതേസമയം റാന്നി നേരത്തെ ഐ ഗ്രൂപ്പിന് കൊടുത്തിരുന്ന. അപ്പോൾ ഈ ഒരു തീരുമാനം വന്നപ്പോൾ ആൻ്റണി പറഞ്ഞു, ഞങ്ങൾക്ക് റാന്നി സീറ്റും വേണ്ട, അതും കൂടെ നിങ്ങളെടുത്തു. അങ്ങനെ 4 സീറ്റുകൾ ഐ ഗ്രൂപ്പിന് അധികമായിട്ട് നൽകുക. അപ്പോൾ ഈ തീരുമാനം വന്നു. അപ്പോൾ ശ്രീ കരുണാകരൻ ഒരു പത്രസമ്മേളനം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിച്ചു കൂട്ടുക. അതൊരു വലിയ വീടൊന്നുമല്ല. താഴെ കരുണാകരൻ്റെ ഓഫീസ്, ബെഡ്റൂം മുതലായ കാര്യങ്ങൾ, മുകളിൽ ഒരു ലാൻഡിങ്, അതൊരു ചെറിയ ഹോളെന്ന് പറയാം. അവിടെയാണ് പത്രസമ്മേളനം നടക്കുക. വളരെ ഇടുങ്ങിയ ഒരു സ്ഥലമാണ്, ഞെരുങ്ങിയിരിക്കണം. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട പത്രസമ്മേളനമായതുകൊണ്ട് എന്താണ് ലീഡർ അതിനോട് പ്രതികരിക്കുക, അല്ലെങ്കിൽ തീരുമാനത്തോട് പ്രതികരിക്കുക എന്നുള്ള ഒരു വിഷയമായതുകൊണ്ട് അദ്ദേഹം ആളുകൾ, ധാരാളം പത്രപ്രവർത്തകർ, അന്നൊക്കെ ഈ ചാനലുകളൊക്കെ കൂടുതലായി തുടങ്ങി. അങ്ങനെ ഒരു വലിയ തിരക്കിൻ്റെ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ ലീഡർ വന്നു, സംസാരിച്ചു. അപ്പം അദ്ദേഹത്തിന് വേണ്ടത്ര തൃപ്തിയില്ല. ഇതൊന്നും പോരാ, ഇതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൻ്റെ ആവശ്യം പൂർത്തിയാകുന്നില്ല, അല്ലെങ്കിൽ നടപ്പാകുന്നില്ല എന്നുള്ള നിലപാടിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ കേക്കൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കേക്കൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ലീഡറെ, ഇനി ലീഡർക്ക് എന്തുകൂടി കിട്ടിയാൽ തൃപ്തിയാകും? ലീഡർ അങ്ങ് പൊട്ടിത്തെറിച്ചു. ലീഡർ പൊട്ടിത്തെറിച്ചിട്ട് പറഞ്ഞു, തനിക്കറിയണോടോ എന്തുകൂടെ കിട്ടിയാൽ തൃപ്തിയാണോ തനിക്കറിയണോ? താൻ താഴോട്ട് വാടോ, താഴോട്ട് വാ, ഞാൻ പറഞ്ഞുതരാം, അതിൻ്റെ ഉത്തരം ഞാൻ തരാം, താൻ താഴോട്ട് വാടോ എന്ന് പറഞ്ഞു. താഴെ അദ്ദേഹത്തിൻ്റെ മുറിയാണ്, ഓഫീസ് മുറി താഴെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് കേട്ട് ഞാൻ അസ്തപ്രജ്ഞനായി എന്ന് വേണം പറയാൻ. വിളറി വെളുത്തുപോയി. കാരണം എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നതും ഞാനും ധരിച്ചു വച്ചിരിക്കുന്നത് ഞാനും ലീഡറുമായിട്ട് നല്ല ബന്ധമാണെന്നാണ്, നല്ല സൗഹൃദമാണെന്നാണ്. അങ്ങനെയൊക്കെ ആയിരുന്നു താനും. നേരത്തെ എന്നോട് ഒരിക്കലും ഇതുപോലെ പെരുമാറിയിട്ടില്ല. നേതൃമാറ്റ ചർച്ചയൊക്കെ നടക്കുമ്പോൾ ധാരാളം വാർത്തകൾ ലീഡർക്കെതിരായിട്ട് എഴുതേണ്ടി വന്നിട്ടുണ്ട്. അത് മനഃപൂർവ്വം ചെയ്തതല്ല, സംഭവങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ എഴുതിപ്പോയതാണ്. അന്നൊന്നും അദ്ദേഹം എന്നോട് എന്തെങ്കിലും ഒരു പരിഭവം പറയുകയോ ഇഷ്ടക്കേട് കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു ചോദ്യത്തിന് മുമ്പിൽ അദ്ദേഹം വല്ലാതെ ക്ഷുഭിതനായി. അപ്പോൾ ഞാനും വല്ലാതായി. കാരണം ഈ മുഴുവൻ പത്രപ്രവർത്തകരുടെ മുമ്പിൽ ഞാനൊരു ശ്രദ്ധാകേന്ദ്രമായിട്ടങ്ങ് മാറുന്നു. എന്താണ് ഇങ്ങനെയെന്ന് എല്ലാവരും ചിന്തിക്കുന്നു.
അപ്പം ഞാൻ ഈ പറഞ്ഞാൽ ഒരു വിപതി ധൈര്യം എന്നൊക്കെ പറയുന്നത് പോലെ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെയാണ് പറഞ്ഞത്, എഡിറ്റർ അങ്ങേക്ക് ഇനി എന്തുകൂടെ കിട്ടിയാൽ തൃപ്തിയാവും. ലീഡർ പഴയ ആ ക്ഷോഭത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ഒട്ടും മാറാതെ എന്നോട് പറഞ്ഞു, താൻ താഴോട്ട് പാടൂ, തനിക്ക് ഞാൻ തരാവിടൂ എന്നൊക്കെ പറഞ്ഞു. ഇത് പറച്ചിൽ കേട്ടാൽ എനിക്ക് ആ മുറിയിലോട്ട് കൊണ്ടുപോയി എന്നെ 2 തല്ലും അല്ലെ 2 തരും എന്നുള്ള ഒരു മട്ടിലാണ് സംസാരം പോകുന്നത്. അപ്പം കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം അല്പം ശാന്തനായി. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, ഈ തൃപ്തി അതൃപ്തി എന്നൊന്നും ഇല്ല. ഈ എന്തെങ്കിലും നമുക്ക് ഗുണം കിട്ടിയാൽ തൃപ്തി എന്നും അല്ലെങ്കിൽ അതൃപ്തി എന്നൊന്നുമില്ല. പിന്നെ ഇയാളിപ്പോൾ എഡിറ്റർ എന്ന് പറഞ്ഞില്ലേ, അതിനൊരു പ്രത്യേക കാരണമുണ്ട് കേട്ടോ. അതായത് മാതൃഭൂമിയിൽ ആരും എഡിറ്ററെ സാറെന്നോ അല്ലെങ്കിൽ മാനേജിങ് എഡിറ്ററെ സാറെന്നോ മാനേജിങ് ഡയറക്ടറെ സാറെന്നോ ഒന്നും വിളിക്കാറില്ല. അവരെല്ലാവരും പരസ്പരം പേര് വിളിക്കും, അല്ലെങ്കിൽ ആ സ്ഥാനപ്പേര് വിളിക്കും. ഇയാളൊക്കെ പിന്നെ എഡിറ്ററെന്നും മാനേജിങ് ഡയറക്ടർ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ തെറ്റിപ്പോയതാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു തരത്തിൽ അന്തരീക്ഷം ഒന്ന് തണുപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ, പക്ഷേ എൻ്റെ അഭിമാനക്ഷതം അതുകൊണ്ടൊന്നും മാറിയില്ല. ഞാൻ വളരെ ഖിന്നനായി. ഇതൊക്കെ പറഞ്ഞെങ്കിലും ലീഡർ എന്നോട് ആ പഴയ സൗഹൃദം കാട്ടിയില്ല. അത് എനിക്ക് ഭയങ്കര വേദനാജനകമായിരുന്നു. കാരണം എനിക്കതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ തമ്മിലൊരു നല്ല സ്നേഹബന്ധം, സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നത് ഇതുമൂലം നഷ്ടപ്പെട്ടു. ഒരു ഒറ്റ ചോദ്യത്തിലൂടെ ഇല്ലാതായി പോയല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനും അതിനകത്ത് കൂടുതൽ മാപ്പ് ചോദിക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും ഞാൻ പോയില്ല. ഞാൻ പലവട്ടം അപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചൊരു കാര്യം, നേരത്തെയൊക്കെ ഞാനും അദ്ദേഹവുമായിട്ടൊക്കെ ഉള്ളൊരു ബന്ധം, ഞാനൊരിക്കൽ തൃശ്ശൂരിൽ നിന്നാണെന്ന് തോന്നുന്നു ട്രാൻസ്ഫറായിട്ട് തിരുവനന്തപുരത്ത് വരിക. ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നു. അപ്പോൾ അദ്ദേഹം സാധാരണ ഓഫീസിലാണ് നമ്മളെയൊക്കെ സ്വീകരിക്കുന്നത്. താഴെ അദ്ദേഹത്തിൻ്റെ ലിവിങ് ക്വാർട്ടേഴ്സിനോട് ചേർന്നാണ് ഓഫീസ്. അപ്പം എനിക്കെപ്പോൾ വേണേലും അവിടെ ആ ഓഫീസ് മുറിയിലേക്ക് കടക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അവിടെ സാധാരണ നിൽക്കുന്ന രാമേന്ദ്രൻ നായർ എന്ന് പറയുന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനോട് നിർദ്ദേശമൊക്കെ കൊടുത്തിരുന്നു. അങ്ങനെ എനിക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അന്ന് തന്നെ അദ്ദേഹം മുകളിലത്തെ ബെഡ്റൂമിലാണ് കണ്ടത്. ഞാൻ ചെന്നു. അപ്പോൾ അവിടെ വെച്ച് എന്നോട് അദ്ദേഹം പറഞ്ഞത്, താൻ ഇവിടെ എത്തിയല്ലേ, തിരുവനന്തപുരത്ത് എത്തിയല്ലേ? അപ്പോൾ എന്നോട് പറഞ്ഞോടൂ, പിന്നെ എം അച്യുതനാണ് അന്ന്, പ്രൊഫസർ എം അച്യുതൻ, അദ്ദേഹമാണ് അന്നത്തെ ലീഡറുടെ പ്രസ് സെക്രട്ടറി. അദ്ദേഹം വിരമിക്കുക, കുറച്ച് പ്രായമൊക്കെ ആയി, അദ്ദേഹം അത് അവസാനിപ്പിക്കുക. ഇവിടെ ഞാൻ തന്നെയാണ് പ്രസ് സെക്രട്ടറി ആയിട്ട് കണ്ടിരിക്കുന്നത്, താൻ ചേരണം. ഞാൻ പറഞ്ഞു, ലീഡർ അത് ശരിയാകുന്ന കാര്യമല്ല, അത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അല്ലടോ, താൻ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നേരവും ബുദ്ധിമുട്ടാണ് എന്നുള്ള മട്ടിൽ നിന്നു. അപ്പോൾ ഞാൻ ചന്ദ്രനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ഞങ്ങളുടെ മാനേജിങ് എഡിറ്റർ PV ചന്ദ്രൻ എന്നാണ് പറയാം. ചന്ദ്രനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ചന്ദ്രേട്ടനെ വിളിച്ചു. അപ്പോൾ ഈ വിവരം പറഞ്ഞു. അപ്പോൾ എനിക്ക് കേൾക്കാം, അടുത്തിരിക്കുന്നതുകൊണ്ട് ചന്ദ്രേട്ടൻ പറയുന്നതും കേൾക്കാം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു, സാധാരണഗതിയിൽ ലീഡർ പറഞ്ഞാൽ ചന്ദ്രേട്ടൻ സമ്മതിക്കേണ്ടതാണ്. അപ്പോൾ എൻ്റെ ഒരു പ്രൊഫഷണൽ ലൈഫ് ഇവിടെ കൊണ്ട് അവസാനിക്കുമെന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക്. അപ്പോൾ എനിക്ക് ലീഡറോട് പ്രവർത്തിക്കുന്നതിനുള്ള വിഷമമല്ല, അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പത്രപ്രവർത്തനമില്ല, അല്ലെങ്കിൽ എൻ്റെ വഴി മാറിപ്പോകും. അപ്പോൾ ഉടനെ ചന്ദ്രേട്ടൻ പറഞ്ഞു, ലീഡർ അത് അവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ സാമാന്യം ഭേദമായിട്ടൊക്കെ പണിയെടുക്കുന്ന ഒരാളാണ്. അവനിങ്ങനെ ഇപ്പോൾ ഈ പോസ്റ്റിൽ ചേർന്നാൽ പിന്നെ അവൻ്റെ ജേർണലിസം ഭാവി അങ്ങ് ഇല്ലാതാവില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ലീഡർ പറഞ്ഞു, അത് ശരിയാ എന്ന് പറഞ്ഞ് പറയുകയും ഒക്കെ ചെയ്ത ഒരാളാണ്. എന്നെ ആ തസ്തികയിൽ നിയമിക്കാൻ ആരും ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ ആലോചിച്ച ഒരാളാണ്. ആ ഒരു സ്നേഹവും സൗഹൃദവും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മ, ഞാനൊക്കെ അമ്മയെന്നാണ് വിളിക്കുന്നത്, മരിക്കുമ്പോൾ ഞാൻ തൃശ്ശൂരാണ്. അപ്പോൾ ഈ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പം അവിടെ ഒരു ആളൊഴിഞ്ഞ വീട് പോലായി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കുള്ളവരൊക്കെ പോയി. അപ്പോൾ ഞാൻ വൈകുന്നേരങ്ങളിൽ ചെല്ലുമ്പോൾ എന്നോട് താൻ എല്ലാ ദിവസവും ഇനി വാ, നമുക്ക് ഇവിടെ ഇരിക്കാം, പഴയ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ ജീവിതം മുഴുവൻ അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ നറേറ്റ് ചെയ്യുമായിരുന്നു. അദ്ദേഹം വിയ്യൂർ ജയിലിൽ കിടക്കുമ്പോൾ അന്ന് പതാക ഉയർത്തണം, ജയിലിൻ്റെ മുകളിൽ പതാക ഉയർത്തണം. അതിനൊരു ഖദർ തുണി എവിടുന്നോ സംഘടിപ്പിച്ച് പഴയ മുണ്ടിൻ്റെ ഒരു കഷ്ണം കൊണ്ടുവന്ന്, ഇഷ്ടികപ്പൊടി കൊണ്ട് കുങ്കുമം, പച്ചില ചാറ് കൊണ്ട് പച്ച, നടുവിൽ അവർക്ക് തുണിയലക്കാൻ കൊടുക്കുന്ന നീലം കൊണ്ട്
ചർക്കയൊക്കെ വരച്ച് അല്ലെങ്കിൽ അശോകചക്രമൊക്കെ വരച്ച് ഇവർ ഉയർത്തിയ കഥയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ലീഡർ ഇത് എഴുതണം. അപ്പോൾ എന്നോട് ചോദിച്ചു തനിക്ക് എഴുതാൻ പറ്റുള്ളൂ, ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊന്നും നടന്നില്ല. മാതൃഭൂമിയിൽ എൻ്റെ സഹപ്രവർത്തനായിരുന്ന എം പി സുരേന്ദ്രനാണ് അവസാനം ആ ആത്മകഥ പൂർത്തിയാക്കിയത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ പുസ്തകമായിട്ട് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു സ്നേഹബന്ധം അന്ന് ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോൾ ഒരിക്കൽ കല്യാണിക്കുട്ടിയമ്മയുടെ ഒരു വലിയ ഛായാചിത്രം ഒരു ചിത്രകാരൻ, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം വരച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചോടൂ ലീഡറും കല്യാണിക്കുട്ടിയമ്മയെക്കുറിച്ച് പറയുമ്പോൾ അമ്മയെന്നാണ് പറയാം, ഇവിടെ അമ്മയുടെ ചിത്രത്തിന് എന്തെങ്കിലും ഒരു പോരായ്മ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് പറഞ്ഞു എനിക്കങ്ങനെ ഒന്നും തോന്നിയില്ല ലീഡർ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ലീഡർ എഴുന്നേറ്റ് പോയിട്ട് ആ ചിത്രത്തിൻ്റെ വരച്ച ചിത്രമാണേ, ആ ചിത്രത്തിൻ്റെ ഈ ഭാഗത്ത് ഒരു ബ്രഷിൻ്റെ ഒരു വർക്ക്, ഒരു ബ്രഷ് വർക്ക്, അവിടെ ഈ വിരലുകൾ ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് എന്നോട് ഇപ്പത്താനൊന്ന് നോക്കിയോടൂ എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമാണ്. ആ ശരിക്കുള്ള കല്യാണിക്കുട്ടിയമ്മ. അപ്പം ലീഡർ ചിത്രകാരനായിരുന്നു, ചിത്രമെഴുത്ത് പഠിക്കാൻ വേണ്ടി തൃശ്ശൂരിൽ വന്ന ആളാണ്. അപ്പോൾ ആ ചിത്രകാരൻ്റെ മനസ്സാണ് അപ്പോഴവിടെ പ്രവർത്തിച്ചത്. പിന്നീട് ആ ചിത്രം തിരിച്ചു കൊടുത്തയച്ചത് കറക്റ്റ് ചെയ്തുകൊണ്ട് വന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും തൃശ്ശൂരിലെ മുരളി മന്ദിരത്തിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99554422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. തൃശ്ശൂരിൽ 2ാം തവണ റിപ്പോർട്ടറായപ്പോഴാണെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ അക്രഡിറ്റേഷന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അംഗീകരിക്കപ്പെട്ട പത്രലേഖകർക്ക് ഗവൺമെൻറ് തരുന്ന ഒരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു ബാഡ്ജ് പോലുള്ളൊരു സാധനമാണ് അക്രഡിറ്റേഷൻ. അപ്പോൾ എനിക്ക് തിരുവനന്തപുരത്ത് അക്രഡിറ്റേഷൻ ഉണ്ടായിരുന്നു, അവിടെ നിന്നാണ് ഞാൻ തൃശ്ശൂരിലേക്ക് വരുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് അക്രഡിറ്റേഷനുള്ള ആളിന് തൃശ്ശൂരിൽ ആ സ്ഥാപനത്തിൽ ഒഴിവുണ്ടെങ്കിൽ അക്രഡിറ്റേഷൻ്റെ കമ്മിറ്റി കൂടാതെ തന്നെ എനിക്ക് അക്രഡിറ്റേഷൻ ഇങ്ങോട്ട് മാറ്റിത്തരാൻ പറ്റും. നിയമപരമായിട്ടുള്ളൊരു വ്യവസ്ഥയാണ്. ഞാൻ അതിനുവേണ്ടി അപേക്ഷിച്ചു, എഴുതി, തരുന്നില്ല. അപ്പോൾ ഞാൻ ലീഡറോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ എനിക്ക് അത് കിട്ടുന്നില്ലല്ലോ, ഇങ്ങനെയാണ് അതിൻ്റെ നിയമമെന്ന് പറഞ്ഞു. ശരി നോക്കട്ടെടോ എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ ലീഡർ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വൈകുന്നേരത്തെ ഈ വണ്ടിക്ക് തൃശ്ശൂർ വരുന്നുണ്ട്, താൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. കാരണം ലീഡർ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് കാറിന് പോവുക, നഗരത്തിലേക്ക് വരുന്നില്ല, റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പോവാം. അപ്പം ചെന്നപ്പം പോക്കറ്റിൽ നിന്ന് അക്രഡിറ്റേഷൻ കാർഡ് എടുത്ത് എനിക്ക് തരിക. മുഖ്യമന്ത്രി അക്രഡിറ്റേഷൻ കാർഡ് എനിക്ക് തരിക. എന്നിട്ട് എന്നോട് പറയാം, ഇവിടെ ആ DPR ഉണ്ടല്ലോ, ഡയറക്ടർ പബ്ലിക് റിലേഷൻസ്, അരിവാളാണ് എന്ന് പറഞ്ഞാൽ CPM കാരനാണ്, അതുകൊണ്ട് തനിക്ക് തരാതിരുന്നാടോ. അങ്ങനെ ഒരു സ്നേഹബന്ധം. 91 അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പം എനിക്ക് ഈ മന്ത്രിസഭാ യോഗത്തിൻ്റെ അജണ്ട പേപ്പേഴ്സ് തലേദിവസം കിട്ടും. മന്ത്രിമാർക്കെല്ലാം തലേദിവസം കൊടുക്കും. ബുധനാഴ്ചയാണ് യോഗം, ചൊവ്വാഴ്ച കൊടുത്തിട്ട് ഈ അജണ്ട പേപ്പേഴ്സ് കൊടുക്കും, ഒരു ഫയലായിട്ട് കൊടുക്കും. അതിൽ ഓരോ എടുക്കേണ്ട തീരുമാനങ്ങൾ, അതിൻ്റെ അനുകൂലമായ കാര്യങ്ങൾ, പ്രതികൂലമായ കാര്യങ്ങൾ, എടുക്കേണ്ട തീരുമാനങ്ങൾ, അങ്ങനെയാണ് ആ അജണ്ട പേപ്പേഴ്സ് തയ്യാറാക്കുക. അപ്പോൾ എനിക്കിത് തലേദിവസം ഒരു മന്ത്രിയുടെ കയ്യിൽ നിന്ന് കിട്ടും. ഞാനത് തലേദിവസം അല്ലെ മന്ത്രിസഭായോഗം ചേരുന്ന ദിവസം തന്നെ ഇതെല്ലാം പല വാർത്തകളും ഞാൻ കൊടുക്കാൻ തുടങ്ങി, അതായത് തീരുമാനമെടുക്കാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്നോട് ലീഡർ ചോദിച്ചോടോ എനിക്കിത് എവിടെ നിന്നോടോ കിട്ടുന്നേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ലീഡറെ അത് പത്രക്കാർക്കൊരു പ്രിവിലേജുണ്ട്, അത് നമ്മുടെ സോഴ്സ് പറയേണ്ടെന്നൊരു പ്രിവിലേജുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പലവട്ടം എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞില്ല. ഒരു ദിവസം ഒരു മന്ത്രിസഭായോഗത്തിൻ്റെ ബ്രീഫിങ്, അപ്പോൾ ഞാനന്ന് ബ്രീഫിങ് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അവിടെ ചെന്നപ്പം അദ്ദേഹം പറഞ്ഞു, ഫിഷറീസിനെ കുറിച്ച് ഒരു ബില്ല് മന്ത്രിസഭായോഗം അംഗീകരിച്ചു, പിന്നെ അത് നിയമസഭയെ കൊണ്ടുവന്ന് പാസ്സാക്കണം, ബില്ല് അംഗീകരിച്ചു എന്ന് പറഞ്ഞു. ബില്ല് അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ ബില്ലിൻ്റെ കണ്ടൻറ് എന്താണ്, എന്തിനു വേണ്ടിയുള്ള ബില്ലാണെന്ന് അറിയണമല്ലോ. അപ്പം ഞാൻ ഈ ബ്രീഫിങ് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം ഡൽഹിക്ക് പോകാനായിട്ട് താഴേക്ക് ഇറങ്ങുന്നു. കാറേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, അല്ല ലീഡർ പിന്നെ ബില്ലിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന്
കിട്ടിയാൽ കൊള്ളായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, എടോ താൻ ആ അജണ്ട പേപ്പേഴ്സ് കിട്ടുന്ന എവിടുന്നാന്ന് പറ, അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് തരാൻ ഏർപ്പാട് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ആയിക്കോട്ടെ, പക്ഷെ ഞാനിതെങ്ങനെയും റിപ്പോർട്ട് ചെയ്യും ലീഡറെ എന്ന് പറഞ്ഞു. ഓ താൻ ചെയ്യടോ എന്ന് പറഞ്ഞിട്ട് പോയി. ഞാനന്ന് കൗമുദിയിലെ ഒരു സുബൈറാണ്, MA സുബൈർ, അദ്ദേഹമാണ് മന്ത്രിസഭായോഗം ബ്രീഫ് ചെയ്യാൻ അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കൂടെ കൂട്ടിക്കൊണ്ട് പോയിട്ട് MD പത്മയാണ് അന്നത്തെ ഫിഷറീസ് മന്ത്രി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ പത്മേടത്തിൽ നിന്നാണ് വിളിക്കുന്നത്, പത്മേടത്തി ആ ബില്ലിൻ്റെ കാര്യം ഇങ്ങനെ ലീഡർ പറഞ്ഞു പത്മേടത്തിയുടെ ഇടയിലാണ് ഉള്ളതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ, പത്മേടത്തിയുടെ നിന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞു എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പം മിനിസ്റ്റർ ബില്ലിൻ്റെ ഒരു കോപ്പി തന്നു, ഞങ്ങൾ രണ്ടുപേരും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെയൊക്കെ സൗഹൃദത്തിലുണ്ടായിരുന്ന ഒരാൾ എന്നോടങ്ങ് വല്ലാതാകുന്നു. ആ അകൽച്ച ഏറെക്കാലം നീളുകയും അത് കൂടുതൽ വർദ്ധിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു പ്രധാന കാരണം ഞാനൊരു ആത്മസുഹൃത്ത് എന്ന് കരുതുന്ന പ്രൊഫസർ KV തോമസ്, അതൊരു കുടുംബ സുഹൃത്തു കൂടിയായിരുന്നു. 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമായിരുന്നു. അത്രയ്ക്ക് ഒരു വ്യക്തിപരമായ അടുപ്പം എനിക്ക് KV തോമസുമായിട്ടുണ്ടായിരുന്നു. KV തോമസ് ഈ 2001 മന്ത്രിസഭയിൽ അംഗമാണ്. അദ്ദേഹം അംഗമായതിൻ്റെ കഥ ഞാൻ ഒരു 2 വരി പിന്നീട് പറയാം. അപ്പോൾ അദ്ദേഹം അംഗമാണ്. അപ്പം അദ്ദേഹം കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കരുണാകരൻ്റെ ഏറ്റവും വിശ്വസ്തനായിരുന്നു. ചില കാരണങ്ങളാൽ ലീഡറിൽ നിന്ന് അല്പം അകന്നു പ്രൊഫസർ KV തോമസ്. ആൻ്റണി അന്ന് മുഖ്യമന്ത്രിയാണ്. സ്വാഭാവികമായിട്ടൊരു മന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിലൊരു ബന്ധം, ആത്മബന്ധം ഉണ്ടാവുമല്ലോ. അങ്ങനെ ആണ് ഇത് സംഭവിച്ചത്. അപ്പം ലീഡറുടെ അടുത്ത് ആരോ പറഞ്ഞിരുന്നത് ഞാനാണ് അതിന് കാരണക്കാരെന്ന, ഞാനാണ് പ്രൊഫസർ KV തോമസിനെ ലീഡറിൽ നിന്ന് അകറ്റി ആൻ്റണിയുടെ അടുത്ത് എത്തിച്ചതെന്ന. എനിക്കതിനുള്ള ശക്തിയൊന്നും അന്നില്ല, അന്നുമില്ല ഇന്നുമില്ല. ഞാൻ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാറുമില്ല, ഞങ്ങളങ്ങനെ സംസാരിച്ചിട്ട് പോലുമില്ല. പക്ഷെ ലീഡർ അങ്ങനെയാണ് ധരിച്ചു വെച്ചിരുന്നത്. അവർ തമ്മിൽ ആകുന്നതിന് മറ്റു കാരണങ്ങളുണ്ടായിരുന്നു. അത് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടതല്ല എന്നെനിക്ക് തോന്നുന്നു. ഞാൻ ഈ പ്രൊഫസർ തോമസ് മന്ത്രിയായതിനെപ്പറ്റി പറയാമെന്ന് പറഞ്ഞല്ലോ. 2001 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 99 സീറ്റ് UDFന് കിട്ടി. ആൻ്റണി മുഖ്യമന്ത്രിയായി. അത് ആൻ്റണിക്ക് ലഭിക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. ലീഡർ അതിനുവേണ്ടി ശ്രമിക്കുകയോ അത് അവകാശവാദം ഉന്നയിക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ അതിനു മുമ്പ് ഇവർ തമ്മിലൊരു ധാരണ ഉണ്ടാക്കിയിരുന്നു. അതായത് ആൻ്റണി മുഖ്യമന്ത്രിയാകുന്ന ദിവസം തന്നെ മുരളീധരൻ KPCC പ്രസിഡൻ്റ് ആവണം. അങ്ങനൊരു ധാരണ ഉണ്ടായി. ചില പത്രപ്രവർത്തകർക്കറിയാം ഇങ്ങനൊരു ധാരണയുണ്ട്. പക്ഷേ നേരത്തെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പാകത്തിൽ അത്ര ഒരു പാകപ്പെട്ട ഒരു വാർത്തയായിരുന്നില്ലത്. അങ്ങനെ ചെയ്തില്ലെന്നാണ് എൻ്റെ ഓർമ്മ. എനിവേ രാജ്ഭവനിൽ ആൻ്റണിയുടെ സത്യപ്രതിജ്ഞ നടക്കുന്നു. ഉടനെ തന്നെ എല്ലാവരും കൂടെ കരുണാകരനടക്കമുള്ളവർ നേരെ ഇന്ദിരാഭവനിലേക്ക് വരിക. അപ്പം ഇത് കണ്ടുകൊണ്ട് ഞാൻ ഇന്ദിരാഭവനിലേക്ക് പോന്നു. ഞങ്ങളപ്പോൾ ബ്യൂറോയിൽ നേരത്തെ തന്നെ ആളിനെ അവിടെ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു അറിയാവുന്നതുകൊണ്ട്, ഒരു വിവരം അറിയാവുന്നതുകൊണ്ട്. ഞങ്ങളവിടെ ചെന്നപ്പോൾ പിന്നെ KPCC പ്രസിഡൻറ്റിൻ്റെ ആഫീസിൽ വലിയ പത്രപ്രവർത്തകരുടെ കൂട്ടവും തിക്കും തിരക്കും പ്രവർത്തകരും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുക. ഗുലാം നബി ആസാദ് എന്ന കേന്ദ്ര നിരീക്ഷകനായിട്ട്, ഇതൊക്കെ ആൻ്റണിയുടെ തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ നിരീക്ഷകനായിട്ട് ഗുലാം നബി ആസാദും മാധവ് സിംഗ് സോളാങ്കിയും വന്നിട്ടുണ്ട്. അപ്പം ഗുലാം നബി ആസാദ് അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് KPCC പ്രസിഡൻ്റായിട്ടുള്ള മുരളീധരൻ്റെ സ്ഥാനാരോഹണമാണ്. അത് തെന്നല ബാലകൃഷ്ണപിള്ളയാണ് പിന്നെ KPCC പ്രസിഡൻറ്റ്. അവിടെ ചെല്ലുമ്പോൾ തെന്നലച്ചട്ടം മാറുന്നു, മുരളീധരൻ പ്രസിഡൻ്റാകുന്നു. അപ്പം എൻ്റെ അടുത്തിരുന്ന ഒരാൾ, ഒരു പത്രലേഖകൻ ഇങ്ങനെ പറഞ്ഞു, ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്രയും വിജയം നേടിക്കൊടുത്ത ഒരു KPCC പ്രസിഡൻറ്റിനെ പുതിയ മുഖ്യമന്ത്രി ചാർജ് എടുക്കുമ്പം തന്നെ പുറത്താക്കുന്നതാണോ ഈ കോൺഗ്രസിൻ്റെ ഒരു പരിപാടി എന്നിങ്ങനെ ചോദിച്ചു. അപ്പം ഞാനത്, എൻ്റെ ചോദ്യമല്ലത്, ഞാനത് ഉറക്കെ ഗുലാം നബി ആസാദിനോട് ചോദിച്ചു, ഈസ് ഇറ്റ് ദ പ്രാക്ടീസ് ഓഫ് ദ കോൺഗ്രസ് പാർട്ടി എന്ന് ഞാൻ ചോദിച്ചു. ടു റീപ്ലേസ് എ KPCC president, winning PCC president immediately after the swearing ceremony of the chief minister. അപ്പം അദ്ദേഹം ഒന്നും മിണ്ടിയില്ല.
അപ്പോൾ അടുത്തിരുന്ന ശോഭന ജോർജിനോട് ചോദിച്ചു. ശോഭന എന്നോട് പിന്നീട് പറഞ്ഞു, ഹു ഈസ് ദിസ് ജെൻറ്റിൽമാൻ. അപ്പോൾ ഇദ്ദേഹത്തെ എനിക്ക് നേരത്തെ അറിയാം. ഞാൻ ഡൽഹിയിലുള്ളപ്പം പലപ്പോഴും ബ്രീഫിങ്ങിന് പോകുന്നു. പക്ഷേ പുള്ളി എന്നെ അവിടെ പ്രതീക്ഷിച്ചില്ല. ഞാൻ അത് കഴിഞ്ഞിട്ട് പോയി വീണ്ടും പരിചയം പുതുക്കുകയൊക്കെ ചെയ്തു. രസകരമായ കാര്യം ഇതൊന്നുമല്ല. മുരളി KPCC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നു. തൊട്ടപ്പുറത്ത് ഒരു ഹോളിൽ അദ്ദേഹം പത്രലേഖകരെ കാണുന്നു. ആദ്യത്തെ പത്രസമ്മേളനം. അതിൽ കരുണാകരനും പത്മജിയൊക്കെ പങ്കെടുക്കുന്നു. ഇത് പഴയ KPCC ഓഫീസിലാണ്, ഇപ്പോഴത്തെ KPCC ഓഫീസിലല്ല കേട്ടോ, പഴയ സ്ഥലത്താണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പം തന്നിലച്ചേട്ടൻ അവിടെ അദ്ദേഹത്തിൻ്റെ മുറിയിലിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന് KPCCയുടെ ഒരു കാറുണ്ട്. ആ കാറിൻ്റെ താക്കോൽ അദ്ദേഹം അന്ന് രാവിലെ തന്നെ തിരിച്ച് ഓഫീസിലെത്തിച്ചു. അപ്പോൾ ഈ മാധവ് സിംഗ് സോളാങ്കി തലേന്ന് തന്നെ, അതായത് ആൻ്റണിയോട് സത്യപ്രതിജ്ഞ നടക്കുന്നതിൻ്റെ തലേന്ന് തന്നെ തന്നിലച്ചേട്ടൻ്റെ നിന്ന് രാജി വാങ്ങിച്ചിരുന്നു. രാജി അദ്ദേഹം എഴുതി കൊടുക്കുകയും ചെയ്തു. തന്നിലച്ചേട്ടൻ അങ്ങനത്തെ ഒരാളാണ്. ഒരു സ്ഥാനത്തിന് വേണ്ടിയൊന്നും കടിപിടി കൂട്ടുന്ന ആളല്ല. അപ്പോൾ ഈ പത്രസമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ലേഖകൻ വേറെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ KPCC പ്രസിഡൻറ്റിൻ്റെ ഓഫീസിലേക്ക് വന്നുകൊണ്ടേ തന്നിലച്ചേട്ടൻ ഇറങ്ങാൻ പോവുക, തിരിച്ചു പോവുക. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ എങ്ങനെയാണ് പോകുന്നത്, കാറില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല, ഞാൻ കാറിൻ്റെ താക്കോൽ തിരിച്ച് ഏൽപ്പിച്ചു, രാവിലെ തന്നെ ഓഫീസിൽ കൊടുത്തു, ഇന്നലെ എന്നോട് രാജി വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെ ഇങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല, പക്ഷേ രാജി കൊടുത്തോടെ താക്കോലും അവൻ കൊടുത്തു എന്ന് പറഞ്ഞു. അദ്ദേഹം സ്റ്റെപ്പിറങ്ങി താഴേക്ക് പോകുന്നു. ഞാനും കൂടെ പോയി. അപ്പോൾ ആ മെയിൻ റോഡിൽ ചെന്ന് ഞാനാണ് അദ്ദേഹത്തിന് ഒരു ടാക്സി വിളിച്ച് കൊടുത്തത്. അദ്ദേഹം അങ്ങ് പോവുകയും ചെയ്തു. പിന്നെ KV തോമസ് മന്ത്രിയായ കാര്യം, അപ്പം ഡൽഹിയിൽ ആരൊക്കെ മന്ത്രിമാരാകണം എന്നുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുക. ആൻ്റണിയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം KV തോമസിന് ഒരു പ്രതീക്ഷയുണ്ട് മന്ത്രിയാകുന്നു. നമുക്കൊക്കെ ആഗ്രഹമുണ്ട്, കാരണം ഒരു സുഹൃത്ത് എന്ന നിലയിൽ മന്ത്രി ആകും. അപ്പോൾ അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി മന്ത്രിയാവുന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാരണം ആ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു നേതൃപരമായ പങ്ക് ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു. പഴയതുപോലെ ഉമ്മൻചാണ്ടി എനിക്ക് മന്ത്രി ആവണ്ടെന്നും പറഞ്ഞില്ല, മന്ത്രി ആകാൻ ആഗ്രഹിച്ച് നിൽക്കുകയാണെന്ന് നമുക്കെല്ലാം അറിയാം. അവിടെ ചർച്ച നടക്കുമ്പോൾ കരുണാകരൻ ആദ്യമായിട്ട് പറഞ്ഞ പേര്, അവരുടെ ഗ്രൂപ്പിൽ നിന്ന് മന്ത്രിമാരുടെ വിഭജനം നടക്കാറുള്ളൂ, ആരൊക്കെ മന്ത്രിയാവണം എന്നൊക്കെ ഉള്ളത് ചർച്ച ചെയ്യുമ്പോൾ കരുണാകരൻ ആദ്യം പറഞ്ഞു, ഞങ്ങളുടെ ആദ്യത്തെ പേര് പ്രൊഫസർ KV തോമസിൻ്റെ എന്ന് പറഞ്ഞു. അപ്പോഴേ കാര്യം മനസ്സിലായി. കാരണം പ്രൊഫസർ KV തോമസ് മന്ത്രിയായാൽ ഉമ്മൻചാണ്ടി മന്ത്രി അല്ല, അതാണ് അതിൻ്റെ അർത്ഥം. അന്നത്തെ ഒരു സാമുദായിക സന്തുലനമൊക്കെ നോക്കുമ്പോൾ ആ മന്ത്രിസഭയിൽ ഒരു 4 ക്രൈസ്തവരിൽ കൂടുതൽ വരാൻ പറ്റത്തില്ല. ഒന്ന് ആൻ്റണിയുണ്ട്. ആൻ്റണി ഒരു പ്രാക്ടീസിങ് ക്രിസ്ത്യൻ അല്ല എന്ന് പറയാമെങ്കിലും അദ്ദേഹം ക്രിസ്ത്യൻ കോട്ടയിലാണല്ലോ വരുന്നത്. പിന്നെ KV തോമസ് വരുന്നു. പിന്നെ 2 പേര് കേരള കോൺഗ്രസിൽ നിന്ന് വരും. 4 പേര്, അതിനപ്പുറത്തേക്ക് ഒരാളില്ല. അപ്പോൾ ആൻ്റണി വളരെ ശക്തമായിട്ട് അതല്ല, ഉമ്മൻചാണ്ടിയെ മന്ത്രിയാക്കണം എന്ന് പറഞ്ഞു. അപ്പം കരുണാകരൻ പറഞ്ഞു, ഉമ്മൻചാണ്ടിയെ മന്ത്രിയാക്കിക്കോളൂ, നമുക്ക് പ്രശ്നമില്ല, എനിക്കതിനകത്ത് അഭിപ്രായ വ്യത്യാസവും എതിർപ്പുമില്ല. പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ കോട്ടയിൽ, ഐ ഗ്രൂപ്പിൻ്റെ കോട്ടയിൽ പ്രൊഫസർ KV തോമസാണ് ആദ്യത്തെ ചോയ്സ് എന്ന് പറഞ്ഞു. കുറേ തർക്കമുണ്ടായി. പക്ഷേ കരുണാകരൻ അതിന് വഴങ്ങിയില്ല. അപ്പോൾ ഉമ്മൻചാണ്ടി പിന്നീട് എന്നോട് പറഞ്ഞത്, അന്ന് തന്നെ 2 പേര്, കൊച്ചിയിൽ നിന്ന് 2 പേര് അദ്ദേഹത്തെ വിളിച്ചിരുന്നു. ഒന്ന് വരാപ്പുഴ ആർച്ച് ബിഷപ്പ്, മറ്റൊന്ന് അന്നത്തെ കൊച്ചി ബിഷപ്പ്. 2 പേരും ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്തവണ പ്രൊഫസർ തോമസ് മന്ത്രിയായി കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഉമ്മൻചാണ്ടി ആകണമെന്നില്ല, അല്ല ഉമ്മൻചാണ്ടി മന്ത്രി അല്ല എന്നാണ്. അങ്ങനെയാണ് KV തോമസ് മന്ത്രി. അന്ന് ഉമ്മൻചാണ്ടിയെ മന്ത്രിയാക്കിയില്ല, പകരം UDF കൺവീനർ ആക്കി. നമുക്കറിയാമല്ലോ ഒരു UDFൻ്റെ കൺവീനർ മന്ത്രി എന്നൊക്കെ പറയുന്നതിലെ വ്യത്യാസം. അപ്പം ഈ മന്ത്രിസഭ ഇങ്ങനെ തുടർന്നു പോകുമ്പോഴാണ് പ്രൊഫസർ KV തോമസും ലീഡറുമായിട്ട് എന്തൊക്കെയോ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതിൻ്റെ ഒരു കാരണക്കാരൻ ഞാനാണെന്ന് പറയുന്നു. അപ്പോൾ ലീഡർ പിന്നീട് എന്നെ കൂടുതൽ അങ്ങ് അകറ്റി. അപ്പോൾ ഈ കല്യാണിക്കുട്ടിയമ്മയുടെ
എല്ലാ വർഷവും ചരമവാർഷികത്തിന് തിരുവനന്തപുരത്ത് എല്ലാവരെയും ക്ഷണിക്കുകയും ഒരു സ്നേഹവിരുന്ന് നൽകുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്നെ 3-4 വർഷത്തേക്ക് ലീഡർ വിളിച്ചിരുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ 21 പേര് മറിച്ച് വോട്ടുകയാണെങ്കിൽ യാതൊരു സംശയമില്ല, സർക്കാർ വീഴും. അക്കാര്യത്തിൽ യാതൊരു വേറെ ചിന്തിക്കേണ്ട കാര്യമില്ല, അത് വീണത് തന്നെയാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി, ആര്യാടൻ, അന്ന് സ്പീക്കർ വക്കം പുരുഷോത്തമൻ, ഇവരെല്ലാം കൂടെ ഇരിക്കുന്നു, ആലോചിക്കുന്നു ആൻ്റണി എങ്ങനെ ഇതിനെ മറികടക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച്. എനിക്ക് തിങ്കളാഴ്ചയാണ് ഈ വോട്ടെടുപ്പ് നടക്കേണ്ടത്, തിങ്കളാഴ്ച. അപ്പോൾ പിന്നീട് ഇവരെടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത്, നമ്മൾ ധാരാളം രാഷ്ട്രീയ തന്ത്രങ്ങൾ, അടവുകൾ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു അസാധാരണമായ